നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? പക്ഷേ എന്താണ് ഈ നല്ല ആരോഗ്യത്തിന്റെ യഥാർത്ഥ താക്കോൽ? ഒരുപാട് പണമാണോ? അതോ വില കൂടിയ മരുന്നുകളോ? അല്ലേയല്ല. അതിന്റെ താക്കോൽ, അതിന്റെ രഹസ്യം നമ്മുടെയെല്ലാം അടുക്കളയിൽ തന്നെയുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. സമതുലിതമായ ആഹാരത്തെക്കുറിച്ചുള്ള ശരിയായ അറിവാണ് ആ താക്കോൽ. നമുക്ക് ഇന്ന് ആ രഹസ്യങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സർവ്വസുലഭ പോഷണ ആഹാർ സ്വാസ്ഥ്യക ആധാർ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ്. എല്ലാവർക്കും ആരോഗ്യം എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് എഴുതിയ ഈ പുസ്തകത്തിലെ അറിവുകളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. ഈ സംഖ്യ ഇതൊന്ന് നോക്കൂ, 1369. ഇതൊരു സാധാരണ സംഖ്യയല്ല, ഇതൊരു ഞെട്ടിക്കുന്ന സത്യമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് നമ്മുടെ സ്വന്തം രാജ്യത്ത് ഇന്ത്യയിൽ പോഷകാഹാരക്കുറവ് കാരണം ഓരോ ദിവസവും, അതെ, ഓരോ 24 മണിക്കൂറിലും മരിച്ചുപോകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണമാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എല്ലാ ദിവസവും ഇത്രയധികം കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോ ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചില സത്യങ്ങളെ നേർക്കുനേർ കാണണം. ഈ കണക്കുകൾക്ക് പിന്നിലുള്ള കഥകൾ എന്താണെന്നറിയണം. നമുക്ക് ആ ഭയാനകമായ യാഥാർത്ഥ്യത്തിലേക്കൊന്ന് നോക്കാം. ഈ ദുരന്തം നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. നോക്കൂ, പോഷകാഹാരക്കുറവ് കാരണം മരിക്കുന്ന കുഞ്ഞുങ്ങളിൽ 40% ഒരു വയസ്സുപോലും തികയാത്തവരാണ്. ഇനി ഗർഭിണികളായ അമ്മമാരുടെ കാര്യമോ? ഓരോ 100 ഗർഭധാരണത്തിലും 30 ആവശ്യത്തിന് പോഷണമില്ലാത്തതുകൊണ്ട് മാത്രം അലസിപ്പോവുകയാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ രാജ്യത്തെ 80% സ്ത്രീകളും കുട്ടികളും വിളർച്ച, അതായത് അനീമിയ എന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എപ്പോഴും ക്ഷീണിച്ച് ഒരു ഊർജ്ജവുമില്ലാതെ ജീവിക്കുന്നൊരു വലിയ സമൂഹം. ഇതാ വരുന്നു അടുത്ത ഞെട്ടിക്കുന്ന ഒരു കണക്ക്. 15,000. ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് അന്ധരായി മാറുന്ന കുട്ടികളുടെ എണ്ണമാണിത്. ഇതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? വിറ്റമിൻ എ എന്ന ഒരൊറ്റ പോഷകത്തിന്റെ കുറവാണ് ഇതിന് കാരണം. വളരെ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുമായിരുന്നൊരു പ്രശ്നം 10,000-കണക്കിന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചമാണ് എന്നേക്കുമായി കെടുത്തുന്നത്. അപ്പോ ഈ കാണുന്ന അക്കങ്ങളൊക്കെ വെറും നമ്പറുകൾ മാത്രമാണോ? ഒരിക്കലുമല്ല. ഇനി പോഷകാഹാരക്കുറവിനെ അതിജീവിച്ചു വളരുന്ന കുട്ടികളുടെ കാര്യമോ? അവരിൽ പലർക്കും പൂർണ്ണമായ ശാരീരികമോ മാനസികമോ ആയ വളർച്ചയുണ്ടാകുന്നില്ല. ഇത് അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ആ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും അവസാനം രാജ്യത്തിന് തന്നെയും അതൊരു തീരാബാധ്യതയായി മാറുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ടാണോ? പട്ടിണിയാണോ കാരണം? നമ്മളിൽ പലരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വില്ലൻ അതൊന്നുമല്ല. അത് നമ്മുടെയെല്ലാം അറിവില്ലായ്മയാണ്. ഈയൊരു വൈരുദ്ധ്യം നോക്കൂ. ഒരു വശത്ത് നോക്കുമ്പോൾ ഇന്ത്യ വലിയൊരു ലോകശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായത്തിലും സാങ്കേതികവിദ്യയിലുമെല്ലാം നമ്മൾ മുന്നേറുന്നു. പക്ഷെ മറുവശത്തോ? നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടിസ്ഥാനപരമായ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. ഇങ്ങനെ പോയാൽ ഈ പുരോഗതി കൊണ്ട് എന്തു പ്രയോജനം? ലോകാരോഗ്യ സംഘടനയുടെ മുൻ റീജിയണൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ വി.ടി. ഗുണരത്നയുടെ ഈ വാക്കുകൾക്ക് എന്തൊരു പ്രസക്തിയാണുള്ളത്. ഒരു കെട്ടിടത്തിന് നല്ല ഭംഗിയുണ്ട്, പക്ഷെ അതിന്റെ അടിത്തറ ബലമില്ലാത്തതാണെങ്കിലോ? അതുപോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ കാര്യവും. അതിന്റെ യഥാർത്ഥ ശക്തിയും സമ്പത്തും അവിടുത്തെ ആരോഗ്യമുള്ള ജനങ്ങളാണ്. നമുക്ക് വീണ്ടും ആ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ ആവശ്യത്തിന് ഭക്ഷണമില്ലാത്തതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ? നമുക്കൊന്ന് കണക്കുകൾ പരിശോധിക്കാം. ഉത്തരം കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ അതിശയിച്ചു പോകും. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലേ? ഈ ചാർട്ട് നോക്കൂ. ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും ഒരു ദിവസം ഏകദേശം 550 ഗ്രാം ഭക്ഷ്യധാന്യം ലഭ്യമാണ്. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അതെ, രാജ്യത്തെ ഓരോ പൗരനെയും പോറ്റാൻ ആവശ്യമായതിലും അധികം ഭക്ഷണം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ യഥാർത്ഥ പ്രശ്നം ഭക്ഷണത്തിന്റെ അളവിലല്ല, മറിച്ച് എന്ത് കഴിക്കണം, അതെങ്ങനെ പാകം ചെയ്യണം, എങ്ങനെ കഴിച്ചാലാണ് അതിലെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുക എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അറിവാണിവിടെ യഥാർത്ഥ വില്ലൻ. ഇത്രയൊക്കെ കേട്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട. കാരണം ഈ വലിയ പ്രശ്നങ്ങൾക്ക് വളരെ ലളിതമായ, നമ്മുടെയെല്ലാം കയ്യിലൊതുങ്ങുന്ന പരിഹാരങ്ങളുണ്ട്. ശരിയായ അറിവുണ്ടെങ്കിൽ മാത്രം മതി ആർക്കും എളുപ്പത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് ആ പ്രതീക്ഷയുടെ വഴിയിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ച ആ 15,000 കുഞ്ഞുങ്ങളുടെ കാര്യം ഓർമ്മയില്ലേ? ഓരോ വർഷവും കാഴ്ച നഷ്ടപ്പെടുന്നവർ. അവരുടെ ജീവിതത്തിലെ വെളിച്ചം കെട്ടുപോകാതിരിക്കാൻ നമുക്കെന്തു ചെയ്യാൻ പറ്റും? ഇതിന് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സയോ വലിയ ആശുപത്രികളോ ഒന്നും വേണ്ട. ഉത്തരം നമ്മുടെ തൊടിയിൽ തന്നെയുണ്ട്. ദാ നോക്കൂ, ഈ 4 കാര്യങ്ങൾ മാത്രം മതി. ക്യാരറ്റ്, ചീര, മത്തങ്ങ, പിന്നെ നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ കിട്ടുന്ന പലതരം ചീരയിലകൾ.
വില കുറഞ്ഞ എവിടെയും കിട്ടുന്ന ഈ പച്ചക്കറികളാണ് വിറ്റമിൻ എയുടെ ഒരു വലിയ കലവറ. ആ 10,000 കണക്കിന് കുഞ്ഞുങ്ങളുടെ കാഴ്ച രക്ഷിക്കാൻ ഇവ മാത്രം മതി. ഇതെത്രത്തോളം എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ഒരാൾക്കൊരു ദിവസം ഏകദേശം 3500 മുതൽ 5000 യൂണിറ്റ് വരെയാണ് വിറ്റാമിൻ എ വേണ്ടത്. എന്നാൽ വെറും 50 ഗ്രാം തൂക്കമുള്ള ഒരു ഇടത്തരം ക്യാരറ്റ് കഴിച്ചാൽ മാത്രം നമുക്ക് 5500 യൂണിറ്റ് കിട്ടും. അതായത് ഒരു ദിവസത്തേക്ക് ആവശ്യമായതിലും കൂടുതൽ. ഇനി ഒരു പാത്രം ചീര കഴിച്ചാലോ 14,000-ലധികം യൂണിറ്റാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ശരിയായ അറിവുണ്ടെങ്കിൽ എത്ര നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നമാണിത്. ശരി, നല്ല പച്ചക്കറികളൊക്കെ വാങ്ങിയെന്ന് വെക്കുക. അതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മളിതെങ്ങനെ പാകം ചെയ്യുന്നു എന്നതാണ്. പോഷകങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ ഭക്ഷണം തയ്യാറാക്കുക എന്നതൊരു കലയാണ്. ആ കലയാണ് നമ്മളെല്ലാവരും പഠിക്കേണ്ടത്. നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി ചെയ്യുന്ന ഒരു തെറ്റാണിത്. അരി വേവിച്ച ശേഷം അതിന്റെ വെള്ളം, അതായത് കഞ്ഞിവെള്ളം, നമ്മൾ വെറുതെ ഊറ്റിക്കളയും. എന്നാൽ നിങ്ങൾക്കറിയാമോ, അരിയിലെ ഏറ്റവും വിലപ്പെട്ട വൈറ്റമിനുകളും മറ്റു പോഷകങ്ങളുമെല്ലാം ആ വെള്ളത്തിലാണ് അലിഞ്ഞു ചേർന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കാശുകൊടുത്തു വാങ്ങിയ ഭക്ഷണത്തിലെ ഏറ്റവും നല്ല ഭാഗം അറിവില്ലായ്മ കൊണ്ട് നമ്മൾ തന്നെ എടുത്ത് ഓടയിലേക്ക് ഒഴുക്കിക്കളയുന്നു. അപ്പോൾ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ ഭക്ഷണം പാകം ചെയ്യാൻ ഇതാ കുറച്ച് എളുപ്പവഴികൾ. ഒന്നാമതായി, തവിട് മുഴുവൻ കളഞ്ഞ വെളുത്ത അരിക്ക് പകരം തവിടോടുകൂടിയ അരി ഉപയോഗിക്കാൻ ശ്രമിക്കുക. പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ എപ്പോഴും പാത്രം അടച്ചുവെക്കുക. അപ്പോൾ ആവിയിലൂടെ പോഷകങ്ങൾ പുറത്തുപോകുന്നത് തടയാം. പല പച്ചക്കറികളുടെയും തൊലിയിലാണ് ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ളത്. അത് വെറുതെ ചെത്തിക്കളയരുത്. പിന്നെ ഭക്ഷണം എണ്ണയിൽ വറുത്ത് അതിന്റെ ഗുണങ്ങൾ കളയുന്നതിനു പകരം ആവിയിൽ പുഴുങ്ങിയോ പച്ചയ്ക്കോ കഴിക്കാൻ ശ്രമിക്കുക. ഇവിടെയാണ് നമ്മളൊരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ഈ അറിവിന് സ്കൂളിലെ സർട്ടിഫിക്കറ്റുകളുമായി ഒരു ബന്ധവുമില്ല. ഇതൊരു ജീവിതകലയാണ്, തലമുറകളായി കൈമാറി വരേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് വലിയ വിദ്യാഭ്യാസമൊക്കെയുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ പോലും പോഷകാഹാരക്കുറവ് കാണുന്നത്. അവർക്ക് ഒരുപാട് അറിവുണ്ടായിരിക്കാം, പക്ഷേ ഈ ജീവിതജ്ഞാനമുണ്ടായിരിക്കണമെന്നില്ല. ഇനി നമുക്ക് ഈ വിഷയത്തെ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിൽ കാണാം. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ രൂപപ്പെടുത്തുന്നത് എന്ന് നോക്കാം. കാരണം ഓരോ വ്യക്തിയുടെയും ആരോഗ്യം ചേരുമ്പോഴാണ് ആരോഗ്യമുള്ളൊരു രാഷ്ട്രമുണ്ടാകുന്നത്. ഈ താരതമ്യം നമ്മളെ ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. പുസ്തകത്തിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ശരാശരി ആയുസ് 50 വയസ്സായിരിക്കുമ്പോൾ ജപ്പാൻ, ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ശരാശരി 70 വയസ്സിലധികം കാലം ജീവിക്കുന്നു. ഇതിന്റെ പ്രധാന കാരണം അവരുടെ ഭക്ഷണശീലങ്ങളും പൊതുജനാരോഗ്യത്തിൽ അവർ കൊടുക്കുന്ന ശ്രദ്ധയുമാണ്. ഒരു തലമുറയുടെ ആരോഗ്യം അടുത്ത തലമുറയുടെ ആയുസ്സിനെ വരെ സ്വാധീനിക്കും. പോഷകാഹാരക്കുറവ് ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, വലിയൊരു സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അന്ധത കാരണം മാത്രം നമ്മുടെ രാജ്യത്തിന് ഓരോ വർഷവും നഷ്ടപ്പെടുന്നത് ഏകദേശം 6000 കോടി രൂപയുടെ മനുഷ്യവിഭവശേഷിയാണ്. നിസാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം രാജ്യത്തിന് വരുത്തിവെക്കുന്ന നഷ്ടം എത്ര വലുതാണെന്ന് നോക്കൂ. അപ്പോൾ അവസാനം നമുക്ക് ഈയൊരു ചിന്തയോടെ നിർത്താം. ഒരു രാജ്യത്തിന്റെ ഖജനാവിലെ പണമോ സ്വർണമോ അല്ല അതിന്റെ യഥാർത്ഥ സമ്പത്ത്. അവിടത്തെ ആരോഗ്യമുള്ള ജനങ്ങളാണ്. ആ ആരോഗ്യമുണ്ടാകുന്നത് അറിവോടെയുള്ള ഭക്ഷണശീലങ്ങളിലൂടെയാണ്. നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നേടുന്നതിലൂടെ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്കു വേണ്ടിയും നമ്മുടെ രാജ്യത്തിനും വേണ്ടിയും ആരോഗ്യകരമായ ഒരു ഭാവി പണിയാൻ സാധിക്കും. അറിവാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തി ഉപയോഗിച്ച് നമുക്ക് ഒരുമിച്ച് നല്ലൊരു മാറ്റം കൊണ്ടുവരാം.